ആർക്കും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു അങ്ങനെ സോഷ്യൽ മീഡിയ ചാനലുകളും ഇതേപ്പറ്റി അധികം സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് MGM സ്കൂളിന്റെ ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ. MGM സ്കൂളിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരല്ലോ ശ്രീവല്ലഭ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഓപ്പോസിറ്റ് റോഡിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരുവല്ലയിലെ പഴയ ഒരു ബോട്ട് ചെട്ടി നമുക്ക് കാണാൻ പറ്റും. AC റോഡും മാന്നാർ റോഡൊക്കെ വരുന്നതിന് മുമ്പ് തിരുവല്ലയെ മറ്റു പ്രദേശങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു ബോട്ട് ചെട്ടിയാണ്. ഇത് നമ്മുടെ ബോട്ട് ചെട്ടി ഒരു ആവശ്യം നമുക്ക് അവിടെ ഇല്ല. പിന്നെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മുമ്പ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നഷ്ടം കാരണം ഇപ്പൊ പിന്നെ അതിന്റെ അത് നിർത്തിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ തിരുവല്ലയിലൊക്കെ വരുന്നവർക്കും ഇപ്പൊ ഡെലിവറി ബോയ്സ് ഒക്കെ ആയിട്ട് തിരുവല്ലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ തിരുവല്ലയിൽ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്പോട്ടാണിത്. നല്ല വൃത്തിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ്. ഇത് സർക്കാരിന്റെ ബിൽഡിംഗ് ആണ്. ഇതിന്റെ തൊട്ട് സൈഡിൽ കൂടെ നമുക്കൊരു കനാൽ കാണാൻ പറ്റും. ഈ കനാലിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് ആലപ്പുഴയും പിന്നെ കോട്ടയവും ഒക്കെ ആയിട്ട് തിരുവല്ലയ്ക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. തിരുവല്ല മാർക്കറ്റ് ഇതിന്റെ തൊട്ടടുത്താണല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടുന്ന് ഇങ്ങനെയായിരുന്നു കച്ചവടം നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ തൊട്ട് ബാക്ക് സൈഡിലോട്ട് നമുക്കൊരു സ്പോട്ട് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ കനാല്. ഈ കനാലിലൂടെയാണ് അന്നത്തെ കാലത്ത് കച്ചവടമൊക്കെ വള്ളങ്ങളിൽ വന്നുള്ള കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തക്കാർ ഒരുപാട് വരുന്നുണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ. അതിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് ചതുപ്പ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് മീനെയൊക്കെ കിട്ടും. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കാണാൻ പറ്റും വരാലാണ് കിട്ടിയിരിക്കുന്നത്. പുള്ളിക്ക് ഒരു കവർ നിറയെ മീനെ കിട്ടി. കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ മീനെയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. തിരുവല്ല അധികം ആരും ഇതേപ്പറ്റി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ ചാനലൊന്നും ഇതേപ്പറ്റി അധികം കണ്ടു കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. തിരുവല്ല ഇങ്ങോട്ട് സ്പോട്ടുള്ള കാര്യം അധികം ആർക്കും അറിയത്തുമില്ല താനും. ഇത് പിന്നെ കുറച്ച് ഗവൺമെന്റ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഉഷാറായിട്ട് ഇതിന് വേണ്ട മാർക്കറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ഒരുപാട് ആൾക്കാർക്കൊക്കെ വരാൻ സാധിക്കും. ഇതുപോലെ ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് നേരം ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.